ഒരു വളരെ അടിയന്തരമായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് കാറിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനൊരു റെക്കോർഡിങ് ചെയ്യുന്നത്. നിങ്ങൾ ടൈറ്റിൽ കണ്ടല്ലോ, കാനമച്ചനെ ഞാൻ മിസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഫിനി പാസ്റ്റർക്ക് കാനമച്ചനുമായിട്ട് ഭയങ്കര ഒരു ബന്ധമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. കാനമച്ചനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. അതായത് ഇന്ന് രാവിലെ ആസാദിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് ഒരു വീഡിയോ ഇട്ട് തന്നു. ആ വീഡിയോ കേരളത്തിൽ ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വളരെ പോപ്പുലാരിറ്റിയുള്ള, വളരെ അറിയപ്പെടുന്ന ഒരു ബൈബിൾ ടീച്ചർ, ഉപദേഷ്ടാവ്, അദ്ദേഹം പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന 7 or 8 ദുരുപദേശങ്ങളെക്കുറിച്ചാണ്. ഈ വ്യക്തിയെക്കുറിച്ച്, ഈ ദേവദാസനെക്കുറിച്ച് അദ്ദേഹം ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പലരും നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത് എനിക്ക് ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ ഞാൻ ആ മെസ്സേജ് ഇട്ട ആളിനോട് പ്രതികരിച്ചു. അദ്ദേഹം എനിക്ക് വിശദമായ വിവരങ്ങൾ നൽകി. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിന് യോജിക്കാത്ത, അനുകൂലമല്ലാത്ത, പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തെ ഖണ്ഡിച്ചുകൊണ്ടുള്ള അനേക ദുരുപദേശങ്ങൾ പെന്തക്കോസ്തിൻ്റെ അകത്ത് തന്നെ എഴുന്നേറ്റിരിക്കുന്നു. എന്നാൽ അത്തരം ദുരുപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യധാര പെന്തിക്കോസ്റ്റൽ സമൂഹത്തിലെ നേതൃത്വത്തിലുള്ളവരോ അല്ലെങ്കിൽ ബൈബിൾ ടീച്ചേഴ്സോ ഒന്നും പ്രതികരിക്കുന്നതായിട്ട് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇന്ന് പെന്തക്കോസ്തിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബൈബിൾ ടീച്ചേഴ്സ് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് വലിയ പ്രശ്നം. ഇപ്പോൾ അറിയപ്പെടുന്ന ആളുകൾ, ബൈബിൾ ടീച്ചേഴ്സ് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആരാണ് ഇവരെയൊക്കെ എതിർക്കാൻ പോകുന്നത്? പൂച്ചയ്ക്ക് ആര് മണി കിട്ടുമെന്നൊരു ചോദ്യമില്ലേ? ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫിനി പാസ്റ്റർക്ക് അങ്ങ് പറഞ്ഞാൽ പോരെ? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമ്മളൊരു വ്യക്തിയുടെ പേരൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ദുരുപദേശത്തെ ഖണ്ഡിക്കുമ്പോൾ, എന്നെപ്പോലെ ഒരാൾ അത് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യുകയുള്ളൂ. ഏതെങ്കിലും ഒരു വാക്കോ അറ്റമോ മൂലയോ കേട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ദുരുപദേശക്കാരനാക്കിയൊന്നും ചിത്രീകരിക്കുകയില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പല മെസ്സേജസ് കേട്ട് ഡോക്ടറിൻ പഠിച്ച് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ പറയുള്ളൂ. എനിക്ക് പലപ്പോഴും അതിനുള്ള സമയം കിട്ടാറില്ല. ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനെങ്കിലും അതൊക്കെ പ്രഖ്യാപിതമാകുന്ന, നേരത്തെ തന്നെ ആളുകൾ ഖണ്ഡിച്ചിട്ടുള്ള, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കോമൺ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉള്ള ദുരുപദേശങ്ങളെയാണ് ഞാൻ പലപ്പോഴും ഖണ്ഡിച്ച് സംസാരിക്കുന്നത്. എന്നാൽ പുതുതായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്ന ദുരുപദേശങ്ങളെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. പഠിക്കാതെ ഒരു കാര്യം സംസാരിക്കരുതെന്ന് എനിക്ക് ഒരു ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്യുന്നു. തന്നെയല്ല, ഒരു ദുരുപദേശത്തിനെതിരെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവസാനം വരെ അതിനെ എന്താണെന്ന് തെളിയിച്ച് ഖണ്ഡിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള സമയമുണ്ടാകണം. അങ്ങനെ ഒരു സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് പലപ്പോഴും എനിക്കത് കഴിയാറില്ല. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ ഈ ദുരുപദേശങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഈ ഏത് ദുരുപദേശത്തിനെതിരെയാണ് സംസാരിച്ചത് അവർക്കൊക്കെ വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. കടന്നൽ കൂട്ടിൽ കല്ലെറിയുന്നത് പോലെ ഇതെല്ലാം കൂടി ഇളകി വരും. നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മളെ എല്ലാ വിധത്തിലും അധിക്ഷേപിച്ചുകൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട്, പലരും ഈ പറഞ്ഞ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ സംസാരിക്കും. കാരണം അവർക്ക് അവരുടെ ഉപദേശത്തെ ഖണ്ഡിച്ചത് വലിയ പ്രശ്നമാണല്ലോ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അങ്ങനെ കടന്നൽ കൂട് ഇളകിയതുപോലെ ആളുകൾ നമ്മളെ ആക്രമിക്കുമ്പോഴും നമ്മുടെ ആളുകൾ ഈ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയല്ലാതെ അവരാരും ഒരു വാക്കുകൊണ്ട് പോലും പാസ്റ്റർ പറഞ്ഞത് ശരിയാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പാസ്റ്റർ ധൈര്യമായിട്ടിരിക്കെ, മുൻപോട്ട് പോകണം എന്ന് പറയുന്ന വാക്കുകൾ വളരെ കുറവാണ്. കാരണം നമ്മുടെ ആളുകൾക്ക് അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ളതാണ്. ദുരുപദേശമോ, നമുക്കെന്താ അതിനകത്ത് പ്രശ്നം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ദുരുപദേശങ്ങൾക്കെതിരെ പ്രവർത്തിക്കണമെങ്കിൽ എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് അതിന് പ്രവർത്തിക്കാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണ് ഞാൻ കാനമച്ചനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. കാനമച്ചൻ ഒരു കാലത്ത് കേരളത്തിലെ ദുരുപദേശ ഖണ്ഡനം എന്ന വിഷയത്തിൽ ആധികാരികമാകുന്ന ശബ്ദമായിരുന്നു, വിശ്വാസ്യമായ ശബ്ദമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കാലത്ത് കാനമച്ചൻ്റെ പുസ്തകങ്ങൾ, എഴുത്തുകൾ കേരളത്തിൽ പുതുതായിട്ട് ഉടലെടുത്ത ഒത്തിരി ദുരുപദേശങ്ങളെ തകർക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇവിടെയാണ് കാനമച്ചനുമായിട്ട് എനിക്കൊരു ബന്ധം. സത്യത്തിൽ കാനമച്ചനുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമൊന്നും എനിക്കില്ല. കാരണം ഞാൻ വർഷങ്ങളായിട്ട് കേരളം വിട്ടതാണ്. കാനമച്ചനൊക്കെ ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഞാനൊരു കൊച്ചു കുട്ടിയാണ്. ഒരിക്കലെന്നോ തിരുവല്ല ഷാരോനിൽ കാനമച്ചൻ വന്ന സമയത്ത് ഞങ്ങളുടെ യൂത്തിൻ്റെ CM-ന്റെ ജനറൽ കമ്മിറ്റി അവിടെ നടക്കുകയായിരുന്നു. അന്ന് കാനമച്ചൻ ഈ തിരുവല്ല ഷാരോനിൽ വന്നു. അന്നൊന്ന് കൈ കൊടുത്തു. കാനമച്ചൻ അദ്ദേഹം എഴുതിയ ഒരു ഖണ്ഡകാവ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വഴിതെറ്റിയ ബാലസിംഹങ്ങൾ എന്ന് പറഞ്ഞൊരു കാവ്യം, അദ്ദേഹത്തിൻ്റെ കുറേ കോപ്പികൾ അവിടെ കൊണ്ടുവന്നിരുന്നു. അതിലൊരു കോപ്പി ഞാൻ വാങ്ങിച്ചു. ഇത്രയുമല്ലാതെ കാനമച്ചനുമായിട്ട് കൈ കൊടുത്ത വേറൊരു അനുഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിചയങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങൾ, ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങൾ, കാനമച്ചൻ്റെ പുസ്തകങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചു. പ്രത്യേകിച്ചും ദുരുപദേശ സംബന്ധമാകുന്ന തൻ്റെ എഴുത്തുകൾ ആധികാരിക ശബ്ദമായിരുന്നു. ഒരു ഉപദേശ പ്രശ്നമുണ്ടായാൽ, സംശയമുണ്ടായാൽ ആളുകൾ കാനമച്ചനെ വിളിച്ച് ചോദിക്കാം എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാനമച്ചൻ അതിന് മറുപടി നൽകും, ആ ദുരുപദേശത്തെ ഖണ്ഡിക്കും. ഇന്ന് കേരള പെന്തക്കോസ്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് കാനമച്ചനെ പോലെ ആധികാരികതയുള്ള ഒരു ദുരുപദേശ ഖണ്ഡകൻ കേരളത്തിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ശരിക്കും കാനമച്ചനെ മിസ് ചെയ്യുന്നു. ഒരു ചെറിയ സജഷൻ കൂടെ പറയുകയാണ്. കേരളത്തിലെ പെന്റിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ ഐക്യവേദികളുണ്ട്. പെന്റിക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പോലെയുള്ള ഐക്യവേദികളുണ്ട്. അപ്പോൾ എനിക്ക് തരാനുള്ളൊരു സജഷൻ, ഇത്തരത്തിലുള്ള ഐക്യവേദികൾ പർട്ടിക്കുലർലി ദുരുപദേശങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ അകത്ത് ഉണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് സജിത് കണ്ണൂരിൻ്റെ ഒരു പ്രസംഗത്തെ ഇവാലുവേറ്റ് ചെയ്ത് ആ പ്രസംഗം ദുരുപദേശമാണെന്ന് ഒരാണ്ട് കഴിഞ്ഞിട്ടല്ല, 10 ദിവസത്തിനകം അവർ കണ്ടെത്തി സജിത് കണ്ണൂരിനെ പ്രൊഹിബിറ്റ് ചെയ്യത്തക്കവണ്ണം കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് ഒരു ഉപദേശ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. ആ കൗൺസിലാണ്, തിയോളജിയൻസിന്റെ ഒരു സഭയാണ്, അവരാണ് ആ തീരുമാനമെടുത്തത്. ഇത് തെറ്റാണ്. പെന്റിക്കോസ്റ്റൽ സമൂഹത്തിൻ്റെ അകത്ത് മുഖ്യധാര പെന്തക്കോസ്ത് സഭകളുടെ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു കൗൺസിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു ദുരുപദേശത്തെ ഖണ്ഡിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. പെന്റിക്കോസ്റ്റൽ ബൈബിൾ കോളേജുകളുടെ കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വളരെ വലുതാണ്. തിയോളജിയൻസ് ഒന്നിച്ചു ചേർന്ന് ഇത്തരത്തിലുള്ള ഓരോ ദുരുപദേശങ്ങളെയും അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താ ദുരുപദേശം? ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ മെസ്സേജിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഫേമസ് ഉപദേഷ്ടാവിനെ കുറിച്ച് 7-8 ഉപദേശ വിഷയങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 4 പ്രധാനപ്പെട്ട പ്രീച്ചേഴ്സ് ഇന്ന് കേരളത്തിൻ്റെ അകത്ത് ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നു എന്നത് ഞാൻ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവരെയൊക്കെ ഗണിക്കാൻ പോയാൽ നമുക്ക് കിട്ടുന്ന ആധികാരികതയേക്കാൾ അപ്പുറമായിട്ടായിരിക്കും ഏതെങ്കിലുമൊക്കെ തിയോളജിക്കൽ കോളേജിലെ നല്ല വചനപാണ്ഡിത്യമുള്ള ദേവദാസന്മാർ, നമുക്ക് PhD ഒക്കെ ഉള്ളവർ ഇഷ്ടം പോലില്ലേ, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ളവർ അവരൊരു സമിതിയായി ഒന്നിച്ചെതിർക്കുകയാണെങ്കിൽ, ഒറ്റയ്ക്കൊരാൾ നടത്തുന്ന ഒറ്റയാൾ പോരാട്ടങ്ങളെക്കാൾ അപ്പുറമായിട്ട് ആധികാരികതയുണ്ടാകും സഭാ സംഘടനകൾ ഒന്നിച്ചു ചേർന്നെടുക്കുന്ന തീരുമാനങ്ങൾക്ക്. അത്തരം കൗൺസിൽസ് പെന്തക്കോസ്തിൽ ഉണ്ടാകണം. 4 സൂചന ഞാൻ തരാം. ഇന്ന് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എന്നാൽ ആവശ്യമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് പിന്നെയും ഞാൻ സംസാരിക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട്, കഴിഞ്ഞ സൺഡേ കൊണ്ട് തരുന്നൊരു നിയോഗമാണ്. പെന്റിക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ദുരുപദേശങ്ങളെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യണമെന്നുള്ളത്. ദുരുപദേശങ്ങളെക്കുറിച്ച് മാത്രമല്ല, പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റം പെന്തക്കോസ്തിൻ്റെ അകത്തുണ്ട്. ആ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് ദൈവാത്മാവ് നൽകിയ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ചില വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആവശ്യമെങ്കിൽ ചില പേരുകൾ പറഞ്ഞ ഉപദേശങ്ങളെ ഖണ്ഡിക്കാം. പക്ഷെ പ്രധാനമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഒരാൾ പഠിപ്പിക്കുന്നു യേശുക്രിസ്തു ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്, കേരളത്തിൽ തന്നെ. മറ്റൊരാൾ പഠിപ്പിക്കുന്നു സ്നാനം വേണ്ട, സ്നാനം പുതിയ നിയമസഭയുടെ ഉപദേശമല്ല. ഇതിനൊക്കെ കൈയടിക്കാൻ ആളുകളുണ്ട്. ഇനിയും ഒരാൾ പഠിപ്പിക്കുന്നു ഡിസ്പെൻസേഷനിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല, യുഗപരമാകുന്ന പഠനങ്ങളിൽ. അതായത് യഹൂദ സഭയുടെ ഭാഗമാണ് പുതിയ നിയമസഭ, അതിലെന്താ വലിയ തെറ്റെന്ന് ചോദിക്കും. പക്ഷെ അതൊക്കെ വലിയ ആഴത്തിലുള്ള ദുരുപദേശത്തിന്റെ ഭാഗമാണെന്നുള്ളത് പ്രേക്ഷകരിൽ പലർക്കും മനസ്സിലാകുന്നില്ലെന്നുള്ളത്. ഈ കഥയറിയാതെ ആട്ടം കാണുക എന്ന് പറയത്തില്ലേ, കഥയറിയാതെ നമ്മൾ ഇദ്ദേഹത്തെ കൈയടിച്ച് സ്വീകരിക്കുകയാണ്. 4ാമത് ഒരാൾ പഠിപ്പിക്കുന്നു ഒരു പുതിയ തലമുറയിലെ കാൽവിനിസം, നിയോ കാൽവിനിസം.
കർത്താവിന്റെ മുൻനിർണ്ണയം, രക്ഷിക്കപ്പെടേണ്ടവൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും, വഴി നിന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അന്യഭാഷയിലൊന്നും ആരാധിക്കേണ്ട. പിന്നെ പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ പറ്റുമോ? ആരെയാണ് ആരാധിക്കേണ്ടത്? ആരാധിക്കുന്ന സമയത്ത് പാവനാത്മാവെ അങ്ങേ ആരാധിക്കുന്നെന്ന് പാടിയാൽ തെറ്റാണ്. ഇപ്പൊ ഒരു പുതിയ ഉപദേശമാണ്. അപ്പൊ ഇതിനെല്ലാം കൈയടി. ഇതൊക്കെ ഒരു ഐസ്ബർഗിന്റെ ടിപ്പാണ് ഞാൻ പറയുന്നത് കേട്ടോ. വലിയ ആഴത്തിലുള്ള ദുരുപദേശങ്ങൾ ഈ പറഞ്ഞ 4 വ്യക്തികളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവരെയൊക്കെ നമുക്ക് എതിർക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്നറിയാമോ? ഒരു കാരണം, ഇവരുടെയൊക്കെ ഭവ്യതയും നമ്രതയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും നമ്മളെക്കാട്ടിൽ വിശുദ്ധന്മാരാണ്, എങ്ങനെ ഇവരോട് സംസാരിക്കുന്നത്? നമ്മൾ യോഗ്യരല്ല ഇവരോടൊന്നും സംസാരിക്കാൻ. അത്രയ്ക്കധികം ഭയങ്കര ഇന്റിഗ്രിറ്റി ഉള്ള ആളുകൾ. നമ്മൾ മനസ്സിലാക്കണം, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നതെന്ന വേദോസത്തിൽ പറയുന്നത്. അവരുടെ ശുശ്രൂഷകന്മാർ, നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിക്കുമ്പോൾ ഈ ഫാൻസി ഡ്രസ്സ് ഇടുന്നവരാണ് കൂടുതൽ വേഷപ്പകർച്ച നടത്തുന്നത്. ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടി വലിയ ഭവ്യതയും നമ്രതയും ഒക്കെ കാണിക്കും. അതൊന്നും ആത്മീയത്തിന്റെ ലക്ഷണമാകണമെന്നില്ല. അവരുമായിട്ട് നേരിട്ട് അടുത്തറിയുന്നവർക്കേ അറിയത്തുള്ളൂ ശരിക്കും ഇവരുടെ മുഖംമൂടിയാണിതെന്നുള്ളത് അറിയത്തേ ഉള്ളൂ. ഇൻ റിയാലിറ്റി ഈ പറയുന്ന ആത്മീയതയും നമ്രതയൊന്നും ഇവർക്ക് കാണത്തില്ല. നേരിട്ട് സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ ഇവരുടെ യഥാർത്ഥ രൂപം നമുക്ക് വെളിപ്പെടും. പക്ഷെ നമുക്കൊരു പേടിയാണ് ഇങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ. കാരണം അയ്യോ എന്തൊരു ഭക്തനാണെന്നറിയാമോ? രണ്ടാമത്തെ ഒരു കാരണം, ഇവരിൽ പലർക്കും തിയോളജിക്കലി ഭയങ്കര ഡിഗ്രിയാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു വാചകമുണ്ട്, യു ക്യാൻ ടീച്ച് ഓർ പ്രീച്ച് എനി ഹെറസി ബട്ട് യു ഷുഡ് ഹാവ് എ ഡോക്ടറേറ്റ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ദുരുപദേശം പ്രസംഗിക്കാം, പക്ഷെ നിനക്കൊരു ഡോക്ടറേറ്റ് ഉണ്ടാകണം. ഡോക്ടറേറ്റ് ഉള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദുരുപദേശവും അത് നല്ല ഉപദേശമായിട്ട് മാറും. കാരണം ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ പേടിയും. ഇങ്ങനെ ഡോക്ടറേറ്റ് ഉണ്ട്, നമുക്കെന്തുണ്ട്? നമുക്കൊന്നുമില്ലെന്നേ. അപ്പൊ നമുക്കൊരു ഭയം, ഈ പറഞ്ഞവരുടെ ഒരു എളിമ, ഈ പറഞ്ഞവരുടെ ഒരു ഈ അക്കാഡമിക്സിലുള്ള അവരുടെ ഒരു ടൈറ്റിൽസ്, അവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഭയമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളവരുമായിട്ട് ഒരുപക്ഷെ നേരിട്ട് കോൺഫ്രണ്ട് ചെയ്യാൻ മടിയാണ്. ജനത്തിന് മുമ്പിൽ നമ്മൾ മോശക്കാരായിത്തീരും. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, ഈ പോക്ക് പോയാൽ പെന്തിക്കോസ്തത്തിനകത്ത് വലിയ ദുരുപദേശങ്ങൾ വരും. പെന്തക്കോസ്തിനകത്ത് ഇത്തരം ഒത്തിരി നുഴഞ്ഞുകയറ്റക്കാരുടെ പുതിയ പുതിയ ഉപദേശങ്ങൾ വന്നിട്ട് ചർച്ചകൾക്കകത്ത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. നിയോ കാൽവിനിസവും ഡിസ്പെൻസേഷൻ ഇല്ല എന്ന് പഠിപ്പിക്കുന്നതും, ഇനി മറ്റൊരു പഠിപ്പില്ല കേട്ടോ. ഈ 4 പേരല്ല, 5-മൻ പഠിപ്പിക്കുന്ന. 5-മൻ എന്ന് പറഞ്ഞാൽ ആ 5-മനിൽ ഒത്തിരി പേരുണ്ട്. കർത്താവിന്റെ രഹസ്യവരയിൽ വിശ്വസിക്കുന്നില്ല, റാപ്ചർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. റാപ്ചർ സാത്താന്യ ഉപദേശമാണെന്ന് സ്റ്റേജിൽ പ്രസംഗിക്കുന്നവരെ ഞാൻ കണ്ടു. റാപ്ചർ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രഹസ്യവരവ്, മഹത്വപ്രതീക്ഷതയിലെ അവർ വിശ്വസിക്കുന്നുള്ളൂ. സഭ ട്രിബുലേഷനിലൂടെ കടന്നു പോകും. അതിനൊക്കെ എന്താ പാസ്റ്ററെ കുഴപ്പം? അതിന് വളരെ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ യേശുവിന്റെ 2-ാം വരവിനാണ് കാത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നവർ യേശുവിന്റെ വരവിനല്ല കാത്തിരിക്കുന്നത്, ആന്റി ക്രൈസ്റ്റിന്റെ വരവിനാണ്. കാരണം പുള്ളി ഭരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കർത്താവ് വരത്തുള്ളൂ. അപ്പോൾ ദേ ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, ബട്ട് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ആന്റി ക്രൈസ്റ്റ്. അങ്ങനെയുള്ള പൊട്ടത്തരം പഠിപ്പിക്കുന്നവരുണ്ട്. ഇവർ പറയുന്നു ഈ റാപ്ചറിനെ കുറിച്ച്, സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നവർ ദുരുപദേശം പഠിപ്പിക്കുന്ന സാത്താന്യ ഉപദേശമാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കും? പ്രിയ ദൈവദാസന്മാരെ, പ്രിയ സഭാ നേതാക്കന്മാരെ, ബൈബിൾ കോളേജിലെ അധ്യാപകർ, അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ, നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഫിനി പാസ്റ്റർക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി ലിമിറ്റഡ് ആണ് എൻ്റെ അറിവും എൻ്റെ സ്കോപ്പും ഒക്കെ. പക്ഷേ നിങ്ങൾക്ക് അതിലൊക്കെ അപ്പുറമായിട്ട് ചെയ്യാൻ കഴിയും. പെന്തക്കോസ്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ ഉപദേശപരമാകുന്ന വിഷയങ്ങളിൽ ആരെങ്കിലുമൊക്കെ മുൻപോട്ട് ഇറങ്ങണം. ആരെങ്കിലുമൊക്കെ ഈ കാലഘട്ടത്തിലെ കാനമച്ചനാകണം. ആരെങ്കിലുമൊക്കെ പൂച്ചയ്ക്ക് മണി കെട്ടണം. ഇത് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവം എല്ലാവരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.